പല ആൾക്കാരിലും കാണുന്ന ഒരു രോഗലക്ഷണമാണ്, അതായത് വിറയൽ. കൈയും കാലും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ കോമൺ ആയിട്ട് വിറയലുള്ള ഒരു അസുഖമാണ് പാർക്കിൻസോണിസം. അപ്പോൾ എന്താണ് ഈ പാർക്കിൻസോണിസം? പാർക്കിൻസോണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡറിലാണ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു തരം അസുഖമാണ്. ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ പ്രായം കൂടുന്നതനുസരിച്ച് ഞരമ്പുകളുടെ തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പാർക്കിൻസോണിസം. അപ്പോൾ തലച്ചോറിൽ ബേസിക് ഗാംഗ്ലിയ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ നൈഗ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ഡീജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുമ്പം നമ്മുടെ ഡോപ്പമിൻ ഹോർമോണിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ വിറയൽ തുടങ്ങുന്നത്. അപ്പോൾ പാർക്കിൻസോൺസ് അസുഖത്തിൻ്റെ രോഗലക്ഷണം വെച്ച് കഴിഞ്ഞാൽ വിറയലാണ്. അപ്പം തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കൈക്കായിരിക്കും വിറയൽ കാണുന്നത്. ഇടത്തെ കൈ അല്ലെങ്കിൽ വലത്തെ കൈ അവർ പറയും ഒരു കൈക്ക് ഇങ്ങനെ വിറയൽ, ഗ്ലാസ് പിടിക്കുമ്പം ഇങ്ങനെ വിറയ്ക്കുന്നു, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ വിറച്ചുവരച്ച് പോകുന്നു, ഒപ്പിടാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് തുടക്കത്തിൽ വരുന്നത്. കുറച്ച് കഴിയുമ്പം അത് രണ്ട് കൈയിലേക്കും ആകാം, കൈയും കാലിലേക്കും ആകാം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കാം. ഇനീഷ്യലി ടെൻഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും വിറയലുണ്ടാകുന്നത്. കുറേ കഴിയുമ്പോൾ അത് റെസ്റ്റിംഗ് ഫേസിന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വിറയലായിട്ട് മാറാം.